Hi all Vawal Makal, I'm your Batman agent and this is the Nattapadira video. Okay. അപ്പോൾ രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാൻ പാണ്ടിക്കാട് ഫൈനൽ എക്സ്പ്ലനേഷൻ. കുഞ്ഞാൻ പാണ്ടിക്കാട് തന്നെയാണ് പറഞ്ഞത് ഇതിലും കൂടുതലൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല. ഇത് ഫൈനലാണ്. ഞാൻ വയനാട്ടിൽ പോയി ഞാൻ വീഡിയോ ചെയ്തു. എക്സ്പ്ലനേഷൻ ഞാൻ നാട്ടുകാർക്ക് കൊടുത്തു. നീ അടക്കം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ അടക്കം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ആ വീഡിയോയിൽ തന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഞാനത് കണ്ട് എൻ്റെ അഭിപ്രായം പോസ്റ്റ് ചെയ്തപ്പോൾ അതിനിടയിൽ കുറേ ആളുകൾ വെളുപ്പിക്കാൻ ഇറങ്ങിയ എന്നുള്ള കമൻറ്റ് കണ്ടു. മക്കളെ, എനിക്ക് ഒരാളെയും വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കുഞ്ഞാൻ്റെ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് പറഞ്ഞത് 100% നിങ്ങൾ ചെയ്ത പരിപാടിയിൽ ഉഡായിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. നിയമപരമായിട്ട് തെളിയിക്കാൻ പറ്റണം. ഓക്കെ, 10 വീഡിയോ 20 വീഡിയോ എനിക്ക് ഇടാം. നിയമപരമായിട്ട് തെളിയിക്കുന്നതാണ് സോളിഡ് ആയിട്ടുള്ള പ്രൂഫ്. മനസ്സിലായോ? ഞാൻ രാവിലെ നോക്കുമ്പോഴൊന്നും എവിടെയും കേസിൻ്റെ ഒരു അപ്ഡേറ്റ് ഇല്ല, എന്തായി എന്നറിയില്ല, ഒരു പിടുത്തവും ഇല്ല. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയെ ഞാൻ രാവിലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഇവിടെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു മലപ്പുറത്ത്. ഞാൻ കുഞ്ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ മീഡിയാസ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അവിടെ ഞാൻ കുഞ്ഞാന് കൊടുത്തിട്ടുണ്ട് മീഡിയേൻ്റെ മുന്നിൽ തന്നെ. എനിക്ക് ഉടായ്പാണ്, 100% സംശയമാണ്. അന്വേഷണം വേണം. ഓക്കെ, ഇപ്പം എനിക്കുള്ളൊരു ധൈര്യം എന്താ അറിയോ, ഇതിൽ അന്വേഷണം ഉണ്ട്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനെ കുറച്ചൊരു നൈറ്റ് ആയപ്പോൾ എനിക്ക് വിളിച്ചിട്ട് ഫോണിൽ കിട്ടി. ഞാൻ ചോദിച്ച സമയത്ത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറഞ്ഞത് മലപ്പുറം SP ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ അന്വേഷണ ചുമതല മലപ്പുറം SPക്കാണ് കൊടുത്തിട്ടുള്ളതാണ്. വെരി വെരി ഗുഡ് തിങ്. അപ്പം മലപ്പുറം SPൻ്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോട്ടെ. ഇപ്പം കാര്യങ്ങൾ ട്രാക്കിലായി. മനസ്സിലായോ? ഇനി ഞാൻ രാവിലെ ആ വീഡിയോ കണ്ടു. ഉച്ചയ്ക്ക് ഞാൻ കുഞ്ഞാൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷവും ഞാൻ കുഞ്ഞാൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു. ഞാൻ രാത്രിയും വൈകിട്ടും ഒക്കെ ഞാൻ ടോട്ടലായിട്ട് ഇപ്പോൾ ആ ഒരു വീഡിയോ 10 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ വീഡിയോനകത്ത് ഇതിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ നിന്ന് മാറുന്നില്ല. മനസ്സിലായോ? അതിൽ ഓഫ്ലൈൻ ടിക്കറ്റിന് പ്രൈസ് അടിച്ചു എന്നുള്ളൊരു കാര്യം അത് പ്രഥമ ദൃഷ്ടിയിൽ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ഇതിലെ ടൈം ഡിഫറൻസ് ഇതും പ്രഥമ ദൃഷ്ടിയിൽ ആർക്കെങ്കിലും 7:19 എന്നുള്ളതും ഒരു സ്ക്രീനിനകത്ത് ഫോണിൽ കാണിക്കുമ്പോൾ അത് 7:20 എന്നുള്ളതും. ടെക്നിക്കൽ ഗ്ലിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ പേൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ആ സാധനം അവർക്ക് ന്യായീകരിക്കാൻ പറ്റും ഒരാൾക്ക്. പക്ഷേ ഇതിനകത്ത് വേറെന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഫൈനലി ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഞാൻ ആ പ്രശ്നം കണ്ടുപിടിച്ചത്. ഞാൻ 100% പറയുന്നു, അൻവറിന് ഇതിനൊരു ഉത്തരം കാണില്ല. ഈ വീഡിയോ ഇട്ട കുഞ്ഞാനും ഇതിനൊരു ഉത്തരം കാണില്ല. കാരണം ഈ ചോദ്യം അത്ര സോളിഡ് ചോദ്യമാണ്. വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഇവരിന്ന് ചെയ്ത വീഡിയോയിൽ ആദ്യം ഇവർ 4 ടിക്കറ്റ് എടുത്തു അൻവർ എന്നാണ് പറയുന്നത്. അൻവർ 25 വർഷം തിരിഞ്ഞു നോക്കാത്ത, ഒരു താല്പര്യമില്ലാത്ത ഉപ്പാനെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് 4 ടിക്കറ്റ് KL ബിജുവിൻ്റെ വീഡിയോ കണ്ടിട്ട് എടുത്തു എന്നുള്ളതാണ് അൻവർ കുഞ്ഞാനോട് എക്സ്പ്ലനേഷൻ വീഡിയോനകത്ത് പറയുന്നത്. നമുക്ക് ആദ്യം ആ പോർഷൻ ഒന്ന് കേൾക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മിസ് ചെയ്യരുത്. എൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിങ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇനി ഇത് കേട്ടതിന് ശേഷം പറയണം. തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് നമ്മളെ എന്താ മൂപ്പര് പേരെന്തായിരുന്നു, അല്ല വീഡിയോ ചെയ്യുന്ന മറ്റേ അത്യാവശ്യം KL ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ, ഒരു പാട്ടുകാരി കുട്ടീൻ്റെ ചാനലിൽ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ കുഞ്ഞാൻഖാൻ്റെ കണ്ടു, അത് കൂടാണ്ട് വേറെ 2-3 യൂട്യൂബേഴ്സിൻ്റെ കണ്ടു. ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത്, ഫസ്റ്റ് 4 ടിക്കറ്റ് എൻ്റെ പ്രവേശ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ 4 ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത്, അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത്. ഈ 4 കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴേക്ക് ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത്, ഇവർ അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട്. അങ്ങനെ വീക്ഷിച്ച് വരുന്ന സമയത്താണ് അവസാനമായിട്ട് കുഞ്ഞാൻക ഒരു വീഡിയോ ഇട്ടത്. ഞാൻ കണ്ടത് ഒന്നും ആയിട്ടില്ല,
എവിടെ എത്തിയിട്ടില്ല, ടോക്കണുകൾ കാര്യങ്ങൾ മാക്സിമം പോയിട്ടില്ല, അത് ചില്ലറ ടോക്കണുകളെ പോയിട്ടുള്ളൂ. ഒരു മാസം മുമ്പിട്ട വീഡിയോ, ഒരു മാസം പക്ഷെ 1.5 മാസമായിട്ടുണ്ടാവും തോന്നുന്നില്ലേ, ആ സമയത്ത് ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ. അത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയത്, പിന്നെ ഞാൻ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട് ഇപ്പൊ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ കാട്ടിക്കൊടുക്കണം. കാരണം നമ്മൾ തൊള്ളോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. തൊള്ളോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല, തെളിവ് കാണിക്കണം എന്നാണ് കുഞ്ഞാൻ പറഞ്ഞത്. ആ തെളിവിനകത്താണ് പ്രശ്നമുള്ളത്. ഇതിൽ കൃത്യമായി അൻവർ പറയുന്നുണ്ട്, പ്രവാസിയായ ഒരു സുഹൃത്തിന് വേണ്ടി 4 ടിക്കറ്റ് എടുത്തു. KL ബിജുവിൻ്റെ ഒരു പാട്ടുകാരി കുട്ടീൻ്റെ കുഞ്ഞാൻ്റെ ഒക്കെ വീഡിയോ കണ്ടതിന് ശേഷം പ്രവാസിയായ ഫ്രണ്ടിന് വേണ്ടി 4 ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അൻവറിനെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക്, ഈ കൂപ്പണിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ കാര്യങ്ങൾ നിങ്ങൾക്ക്? അങ്ങനെ തന്നെയല്ലേ അൻവർ പറഞ്ഞത്? അൻവർ എങ്ങനെ ഈ കൂപ്പൺ എടുത്തു? ആദ്യത്തെ 4 കൂപ്പൺ പ്രവാസിക്ക് വേണ്ടി എടുത്തു. ആ 4 കൂപ്പൺ എടുത്തതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അൻവറിനെ ആഡ് ചെയ്തു. ഓക്കെ, ഇതിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. വേണമെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കേട്ടോ. ഇനി അൻവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ടിക്കറ്റ് എടുത്തത്, അതേപോലെ ഇനി അതല്ല, ഈ നാസർക്ക പിന്നെ അൻവറിന്റെ ആരാണെന്ന് മുമ്പാണ് ഞാനിവിടെ ചെതലയം ഗ്രാമത്തിലുള്ള ആ 2 ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ കാണുന്നത്. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ്. ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അതിൻ്റെ ഒരു കൂട്ടത്തിൽ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട്, ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങൾ. ഇതിപ്പോൾ KL ബിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. KL ബിജു ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ പേരൊന്ന് കാണാം. ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എൻ്റെ ഗ്രൂപ്പാണ്, എൻ്റെ നാട്ടിലെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ഇതാണ്ടോ മീഡിയ, ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അവർ ആ ചാനലിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കണ്ടോ, ഏറ്റവും താഴെ കാണുന്ന 2 വീഡിയോസ് കണ്ടോ? ഈ 2 വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസ് ആണ്. ഇത് രണ്ടും. ഇതൊരു പെൺകുട്ടീൻ്റെ വീഡിയോ ആണ്, അറിയോ? ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ്. ഇതാ KL ബിജു ചെയ്ത. ഇതിൻ്റെ താഴെ കമൻറ്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായി ഞാൻ ടിക്കറ്റ് എടുത്ത പിന്നെ നിങ്ങള് ഓൺലൈൻ വഴി എടുത്തിക്കണെന്ന് പറഞ്ഞല്ലോ. ടിക്കറ്റ് ഓൺലൈൻ വഴി ഇവിടെയാണ് അൻവറെ കളി പൊളിയുന്നത്. അൻവർ ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം തരണം. ചെതലയം ഗ്രൂപ്പിൻ്റെ കറക്റ്റ് വിഷ്വല് ഫോണിൽ ഓപ്പൺ ചെയ്തിട്ടാണ് അൻവർ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചപ്പോൾ ഫെബ്രുവരിയിൽ ഒരു വീഡിയോ ആ ഗ്രൂപ്പിലേക്ക് അൻവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ജനുവരിയിലും ഒരു വീഡിയോ അൻവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ KL ബിജുവിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്തത് എന്ന് അൻവർ പറയുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനടിയിൽ നന്മമരമായ അൻവർ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അത് എന്നെ കോണ്ടാക്ട് ചെയ്യൂ, ടിക്കറ്റ് ആവശ്യമുള്ളവർ. ഓക്കെ, പൊതുവേ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താ വിചാരിക്കുക, 4 ടിക്കറ്റ് ഓൾറെഡി അൻവർ എടുത്തല്ലോ, ജനുവരിയിലാണല്ലോ എടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻവറിനെ അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ ഓൾറെഡി അൻവറിൻ്റെ കയ്യിൽ ഈ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അൻവർ ഈ വീഡിയോനകത്ത് തന്നെ പറയുന്നുണ്ട്, അൻവറിൻ്റെ കയ്യിൽ ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ട് അൻവർ ബാക്കിയുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കാം ഇത് എന്ന് പറഞ്ഞത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കാനോ വേണ്ടിയിട്ടാണ് ചെതലയം ഗ്രൂപ്പിൽ KL ബിജുവിൻ്റെ വീഡിയോ ഇട്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞ് ഒരു KL ബിജുവിൻ്റെ വീഡിയോ, കൂപ്പൺ വീഡിയോ ഫോർവേഡ് ചെയ്തത് കൂടുതൽ ടിക്കറ്റ് സെയിലിന് വേണ്ടിയിട്ട്. അൻവർ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അൻവർ ഈ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്നിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തന്നപ്പോൾ അതിൻ്റെ മുകളിലെ ഡേറ്റ് അൻവർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 21 ജനുവരി രാത്രി 10:29 PM. സ്ക്രീൻഷോട്ട് ഇതാ. 21 ജനുവരി 10:29 രാത്രി. ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ. ചെതലയം ഗ്രൂപ്പിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യൂ, ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞ് അൻവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത KL ബിജുവിൻ്റെ വീഡിയോ, അതിൻ്റെ ഡേറ്റ് 21 ജനുവരി രാത്രി 10:29 PM. ഓക്കെ, എന്നിട്ട് അൻവർ പറഞ്ഞത് എന്താ ഗ്രൂപ്പിൽ, ടിക്കറ്റ് ഇനി ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റുമല്ലോ.
അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. അത് ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ. ഈ നാട്ടില് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നാട്ടിലും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചു. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്ന് ജനുവരി 21 ചിതലയം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ടിക്കറ്റ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട നമ്മുടെ BGM ഇട്ട നന്മമരം അൻവർ വേറൊരു സ്ക്രീൻഷോട്ട് ഇതിൽ കാണിച്ചു. 4 ടിക്കറ്റ് പ്രവാസികൾക്ക് 4000 രൂപ ഗൂഗിൾ പേ വഴി സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് എടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു. അതായത് ആദ്യമായിട്ട് ഈ നറുക്കെടുപ്പിൽ ചേരാൻ വേണ്ടി KL ബിജുവിൻ്റെയും പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയും ഒരു പാട്ടുകാരി കുട്ടിയുടെയും വീഡിയോ കണ്ടതിന് ശേഷം, സ്വന്തം ഉപ്പാനെ അതിൽ കണ്ടതിന് ശേഷം ഉപ്പാനെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച അൻവർ ആദ്യമായി എടുത്തത് 4 ടിക്കറ്റാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. ആ 4 ടിക്കറ്റ് എടുത്ത ഡേറ്റ് വാട്സാപ്പിൽ സ്ക്രീന് കാണിച്ചപ്പോൾ ഗൂഗിൾ പേയിൽ 29 ജനുവരിയാണ്. 29 ജനുവരി 2025 7:20 PM. അപ്പം 29 തീയതിയാണ് ഈ പറഞ്ഞ അൻവറിനെ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഒരാളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. ഞാനിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. 29 തീയതി ഈ ടിക്കറ്റ് എടുത്ത ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത അൻവറിനെ താഴെ നിങ്ങൾ നോക്കിക്കോ, അടിയിൽ മെഗാ ലക്കി ഡ്രോ കൊടക് ഗ്രൂപ്പ് ചാറ്റ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് 29 തീയതിയാണ്. 29 തീയതി ഈ പ്രവാസികൾക്ക് വേണ്ടി എടുത്ത ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തതിന് ശേഷമാണ് അൻവറിനെ എവിടെ ആഡ് ചെയ്തത്? വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. അങ്ങനെ 29 തീയതി ടിക്കറ്റ് എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന അൻവർ ടൈം ട്രാവൽ ചെയ്ത് 21 ജനുവരിയിലേക്ക് പോയോ? എൻ്റെ കയ്യിൽ എന്നെ കോണ്ടാക്ട് ചെയ്യൂ, ചിതലയം ഗ്രൂപ്പിൽ 21 തീയതിയാണ് ആരിട്ടിട്ടുള്ളത്, അൻവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്നെ കോണ്ടാക്ട് ചെയ്യൂ ടിക്കറ്റ് വേണമെങ്കിൽ. എന്നിട്ട് ഇതേ വീഡിയോയിൽ അൻവർ കുഞ്ഞാൻ്റെ ഒപ്പം നിന്ന് പറയുന്നുണ്ട് ഇത് ഗ്രൂപ്പിലേക്ക് ഇടാൻ കാരണം എൻ്റെ കയ്യിൽ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പും ഡീറ്റെയിൽസും ഉള്ളത് കൊണ്ട് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ചിതലയം ഗ്രൂപ്പിലേക്ക് ഇങ്ങനൊരു സാധനം ഷെയർ ചെയ്തേ എന്നുള്ളത്. അൻവറെ, കാര്യങ്ങൾ വെടിപ്പായിട്ട് പറയാൻ പഠിച്ചിട്ട് പറയണം, മനസ്സിലായോ? അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങോട്ട് തള്ളിവിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണും പൂട്ടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് അൻവർ മനസ്സിലാക്കണം. ഇനി കഴിഞ്ഞിട്ടില്ല, ഓക്കെ? അപ്പം 21 ചിതലയം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ടിക്കറ്റ് വേണ്ടവരൊക്കെ എന്നോട് ചോദിച്ചോളി എന്ന് പറഞ്ഞ് ടൈം ട്രാവൽ ചെയ്ത് പോയി ഗ്രൂപ്പിൽ കയറിയ അൻവർ 29 തീയതിയാണ് ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ടാണ് ഗ്രൂപ്പ് കയറുന്നത്, മനസ്സിലായോ? അതെന്തുകൊണ്ടാണ് അൻവറെ അങ്ങനൊരു സംഭവം ഉണ്ടായത്? അത് വലിയൊരു സംഭവമാണല്ലോ. പിന്നെ അൻവറിൻ്റെ കയ്യിൽ എപ്പോഴാണ് നേരിട്ട് ടിക്കറ്റ് കിട്ടിയത്? അൻവറിൻ്റെ ഉപ്പ നാസർ സുൽത്താൻ ബത്തേരിയിൽ വന്ന സമയത്താണ് അൻവറിൻ്റെ കയ്യിൽ എന്ത് കിട്ടിയേ? ടിക്കറ്റ് കിട്ടിയത്. ഓക്കെ, ആ ടിക്കറ്റാണ് 13 ടിക്കറ്റ് ഒപ്പമുള്ള സുഹൃത്തായ ഷാഫിക്കും വേറൊരു ഫ്രണ്ടിനും കൺവിൻസ് ചെയ്ത് എടുപ്പിച്ച 13 ടിക്കറ്റ്. ഇതും കൂടി കേൾക്ക്. അതിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് കാട്ടിക്കൊടുക്കി. ഇത് ഞാനൊരു 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 ടിക്കറ്റ് ഞാൻ എടുത്തതിൻ്റെ പേയ്മെൻ്റ് ആണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇതിൽ കാണുന്നത് നാസർ മക്കി, നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഇതാ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 29 തീയതി ജനുവരി 7:30 PM ഞാൻ എടുത്ത ടിക്കറ്റാണിത്. ടിക്കറ്റ് ഷെയർ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട്, അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർ അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത 4 ടിക്കറ്റ് സ്റ്റേറ്റ്മെൻറ്റും കാണിക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത 4 ടിക്കറ്റാണ് ഈ ടിക്കറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1.5-2-3 മാസത്തോളമായിട്ടുണ്ട് അല്ലേ? ഏകദേശം 3 മാസത്തോളമായിട്ടുണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നത്. അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത്. ഇതിൽ മൂപ്പര് സംസാരിക്കുന്നത്, മൂപ്പര നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നത്, അതിലുള്ള രൂപകരമായിട്ടുള്ള ആളുകൾ അല്ലേ, കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകൾ സംസാരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എന്താക്കുന്നത്, വീണ്ടും ഇതൊരു ടിക്കറ്റും കൂടി എടുത്ത് സഹായിക്കാന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്.
അത് എങ്ങനെയാണ് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കണ്? അൻവർ കൃത്യമായിട്ട് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് കാണിച്ചു തരികയാണ്. 29 ജനുവരിയാണ് ആദ്യമായിട്ട് 4 ടിക്കറ്റ് എടുത്തത്. അതിനുശേഷം വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡായി. അതിനുശേഷം വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ചകൾ കണ്ടു. ഇതിൽ ടിക്കറ്റുകൾ സെയിലാവുന്നില്ല എന്നുള്ള ചർച്ചകൾ കണ്ടു. കുഞ്ഞാൻ്റെ അടക്കം വീഡിയോ കണ്ടു. ഉപ്പ സുൽത്താൻ ബത്തേരിയിൽ വന്നു. അവിടെ വന്ന് യൂട്യൂബർമാരെ അറിയുമെന്ന് ചോദിച്ചു. ഉപ്പാനെ സഹായിക്കാൻ 13 ടിക്കറ്റ് അധ്വാനിച്ച് കൊണ്ടുവന്ന കാശ് ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്ത് ഉപ്പാക്ക് വേണ്ടി 13 ടിക്കറ്റ് എടുത്ത അൻവർ. കൊള്ളാം, നല്ലതാണ്. പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട് അൻവറെ, എങ്ങനെയാണ് 21 ജനുവരി ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഈ എൻ്റെ ചെതലയം ഗ്രൂപ്പിലിടുന്നത്? ചെതലയം ഗ്രൂപ്പിൽ ഈ എന്നെ പോസ്റ്റ് ചെയ്ത സാധനം ഇപ്പം ഈ എന്നെ വിളിച്ച് പറയുകയാണ്, കോണ്ടാക്ട് ചെയ്യാൻ എന്നെ. എന്തിന്? ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ. അന്നേ വരെ 21 ഈ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഈ ജനുവരി 29 ടിക്കറ്റ് എടുക്കുന്നത്. ജനുവരി 21 അൻവർ ടിക്കറ്റ് എടുത്തിട്ടില്ല. ജനുവരി 29 ടിക്കറ്റ് എടുത്ത അൻവറാണ് അന്ന് ഗ്രൂപ്പ് കയറുന്നത്. ടൈം ട്രാവൽ ചെയ്ത് ജനുവരി 21 വന്നിട്ട് ഈ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം ടിക്കറ്റിന് എന്ന് ജനുവരി 21 പറയണമെന്നുണ്ടെങ്കിൽ അനക്ക് ആ ഒരു ടിക്കറ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാം. എൻ്റെ കയ്യിൽ അതിൻ്റെ കോണ്ടാക്റ്റ് കാണും, എൻ്റെ കയ്യിൽ ആ ടിക്കറ്റ് കാണും. അതെങ്ങനെ വന്നു എന്ന് പറയാം. അതുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ ഗ്രൂപ്പിൽ 21 ജനുവരി 21 എന്നെ കോണ്ടാക്ട് ചെയ്യണം, ചെയ്താൽ ടിക്കറ്റുകൾ കിട്ടാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് എൻ്റെ ചെതലയം ഗ്രൂപ്പിലെ ഫ്രണ്ട്സിന് കാണാൻ വേണ്ടി ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതായത് എന്നെ കോണ്ടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ ജനുവരി 21. ആ ജനുവരി 21 അണക്ക് എങ്ങനെയാണ് ടിക്കറ്റ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുക? 21 കഴിഞ്ഞ് 29 ഈ ആദ്യമായി 4 ടിക്കറ്റ് എടുത്തത്. ആ 8 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ആരെങ്കിലും എന്നോട് ഇതേപോലെ ഈ പറഞ്ഞ എങ്ങനെ ടിക്കറ്റ് എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി KL ബിജുവിൻ്റെ ആ പാട്ടുകാരി പെൺകുട്ടീനെയും വീഡിയോനകത്ത് ടിക്കറ്റ് എടുക്കാനുള്ള ഡീറ്റെയിൽസും നമ്പറും ഒക്കെ എഴുതിയിട്ടാണ് ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനടിയിൽ എക്സ്ട്രാ അൻവറിൻ്റെ വക എന്നെ കോണ്ടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞ് എഴുതി വെക്കേണ്ട. അവർക്ക് ആർക്കും അൻവറിനെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. ഗൂഗിൾ പേ നമ്പറിൽ ഏതിൽ പൈസ ഇടണം, എങ്ങനെ ഈ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. അപ്പം അൻവർ എന്തിനവിടെ മീഡിയേറ്ററായി? അപ്പം ഞാൻ സംശയിക്കുന്നത് അൻവറിലേക്ക് ഈ ടിക്കറ്റ് ജനുവരി 21 തന്നെ എത്തിയിട്ടുണ്ട്. അത് ആരെത്തിച്ചു? എങ്ങനെ അൻവറിൻ്റെ കയ്യിൽ കിട്ടി? എങ്ങനെ ആളുകൾക്ക് അൻവറിനത് കൊടുക്കാൻ പറ്റി ജനുവരി 21? അത് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ ജനുവരി 21 പോസ്റ്റ് ഇടുന്നത്. അങ്ങനെ സ്വന്തം കയ്യിൽ ടിക്കറ്റ് അവൈലബിൾ ആണ് ജനുവരി 21 എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനുവരി 29 പ്രവാസിക്ക് 4 ടിക്കറ്റ് എടുത്തു കൊടുത്തു? അതിന് മുന്നേ സ്വയം ടിക്കറ്റ് എടുത്തുകൂടായിരുന്നില്ലേ? ഒരു ടിക്കറ്റെങ്കിലും സ്വന്തമായിട്ട് അൻവറിന് എടുത്തുകൂടായിരുന്നില്ലേ? അൻവർ എന്തുകൊണ്ട് എടുത്തില്ല? 1000 രൂപയ്ക്ക് കടം പേടിച്ചിട്ടാണെങ്കിലും ഉപ്പാൻ്റെ പ്രശ്നങ്ങൾ കണ്ട അൻവറിന് ഒരു ടിക്കറ്റ് എടുത്തുകൂടായിരുന്നില്ലേ? അത് അൻവർ എടുത്തില്ലല്ലോ. 29 പ്രവാസിക്ക് വേണ്ടി 4 ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറുന്നത്. ഈ ചോദ്യത്തിന് അൻവർ ഉത്തരം പറഞ്ഞാൽ മതി. സിമ്പിളാണ് കാര്യങ്ങൾ. എങ്ങനെയാണ് ജനുവരി 21 അൻവറിന് ഈ പറഞ്ഞ ടിക്കറ്റ് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുക? ഈ വീഡിയോയിൽ പറഞ്ഞത് എഗെയിൻ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് പോയി കേട്ടോണ്ടു. എൻ്റെ കയ്യിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നാട്ടുകാരെ സഹായിക്കാൻ പറ്റുമല്ലോ. 21 ഏത് വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അൻവർ ഉള്ളത്? 29 ടിക്കറ്റ് എടുത്ത അൻവർ അന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡായത്. 21 അൻവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ല, ടിക്കറ്റും ഇല്ല അൻവറിൻ്റെ കയ്യിൽ. മനസ്സിലായോ? അല്ലെങ്കിൽ അൻവർ പറയണം 21 ടിക്കറ്റ് ഉണ്ടായിരുന്നോ, എങ്ങനെ ഗ്രൂപ്പിൽ കയറി, ഏത് ഗ്രൂപ്പ്, ആരെ കോണ്ടാക്ട് ചെയ്തു, അൻവറിനെ കോണ്ടാക്ട് ചെയ്തു. ഉപ്പ വന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ടിക്കറ്റും കൊണ്ട്. എന്നിട്ടാണല്ലോ ഫ്രണ്ട്സിനെ കൊണ്ട് ഇടിപ്പിച്ചത് ഉപ്പാനുള്ള സ്നേഹം കൊണ്ട്. അപ്പം ഇതിനൊരു ഉത്തരം കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം അൻവറിനോട്. ഇത് കാണുന്ന കുഞ്ഞാന് വേണമെങ്കിലും എന്ത് ചെയ്യാം, അൻവറിനോട് ഇത് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇതിലെ കൂപ്പൺ. ഇതിൽ 13 ടിക്കറ്റ്. ഓക്കെ, 13 ടിക്കറ്റ് ഉപ്പ കൊണ്ടുവന്ന് അൻവറിന് കൊടുത്തു. സുൽത്താൻ ബത്തേരിയിൽ ഉപ്പ നിൽക്കെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഈ 13 ടിക്കറ്റ് എടുപ്പിച്ചത്. ഒരു ബുക്ക്ലെറ്റിനകത്ത് സീരിയൽ നമ്പർ കറക്റ്റ് ആയിരിക്കും. 13 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം അടിച്ച ടിക്കറ്റ്, ഇഫ് ഐ എം നോട്ട് റോങ്, 21414 ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ 13 അക്കം കൂട്ടിക്കോ. 21415
21416 ഇങ്ങനെ ആയിരിക്കുമല്ലോ സീരിയൽ നമ്പർ പോവുകയാണെങ്കിൽ പോവുക. ഓക്കെ, പക്ഷെ ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് വെക്കാം. ഇതിനകത്ത് ഇവർ ഈ ടിക്കറ്റ് കാണിച്ച സമയത്ത് കാണിച്ചത് 21088 ഒരു ടിക്കറ്റ് 22714 ഒരു ടിക്കറ്റ്. ഇനി അടുത്ത ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ടിക്കറ്റ് ഇതിൽ വെച്ചിട്ടുള്ളത് 21414 ആ ടിക്കറ്റാണ് അടിച്ചു എന്ന് പറയുന്ന ടിക്കറ്റ്. ഓക്കെ, അപ്പം സീരിയൽ നമ്പറിലല്ല എന്ത് കിട്ടിയിട്ടുള്ളത്, ഈ പറഞ്ഞ ടിക്കറ്റ് പോലും ഒരൊറ്റ ബ്ലോക്കിൽ നിന്ന് സീരിയൽ നമ്പർ പോലും കറക്റ്റ് ഒന്നിൻ്റെ പിറകിൽ ഒന്നായിട്ടല്ല ഈ 13 ടിക്കറ്റ് ഉള്ളത്. 21414, 22714, 21088 13 ടിക്കറ്റിനും ഈ പറഞ്ഞ 21ഉം 22ഉം വന്നിട്ടുണ്ട്. 21414 അടിച്ച ടിക്കറ്റും ബാക്കി ടിക്കറ്റുകളുടെ നമ്പർ 22714ഉം 21088. അതെങ്ങനെയാണ് ഒരു രീതി? അപ്പം എത്ര ബുക്കിന്നാണ് ഇത് പറിച്ചു തന്നത് അൻവറിന് നാസർ ഉപ്പ? 10 ബുക്കിന്ന് 10 സ്ലിപ്പ് പറിച്ചു തന്നോ? 13 സ്ലിപ്പ് 13 ബുക്കിന്ന് പറിച്ചു തന്നോ? അതും കണക്ഷൻ ഇല്ല അൻവറെ, ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത്, ഈ ഒരു വിഷയത്തിൽ നാസർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ആ വീഡിയോ വെച്ചിട്ടുണ്ട്. ബൈ 2 get 1. ഓക്കെ, 2 എടുത്താൽ 1 ഫ്രീ എന്നുള്ള രീതിക്ക് ഒരു സാധനം നാസർ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ടിക്കറ്റ് വിറ്റ് പോകുന്നില്ല, അപ്പോൾ 2 എടുത്താൽ നമുക്ക് 1 ഫ്രീ ആയിട്ട് തരാം. കുഞ്ഞാൻ്റെ വീഡിയോ ലാസ്റ്റ് 1 മാസം 1.5 മാസം മുമ്പ്, അതായത് ടിക്കറ്റ് വിറ്റ് പോകുന്നില്ല എന്ന് വീഡിയോ കണ്ട ഏകദേശം ആ ടൈമിൽ തന്നെയാണ് നാസർ ആ വീഡിയോ ഇട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 ടിക്കറ്റ് എടുത്തപ്പോൾ, ഓക്കെ, 2 മേടിച്ചാൽ 1 ഫ്രീ എന്നുള്ള കണക്കിൽ 6 ടിക്കറ്റെങ്കിലും ചുരുങ്ങിയത് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഉണ്ടോ കയ്യിൽ? അങ്ങനെ വീഡിയോ നാസർ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഈ ടിക്കറ്റിൻ്റെ ടിക്കറ്റ് സെയിൽസ് നടക്കാത്ത 1 മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് ടിക്കറ്റ് സെയിൽസ് കൂടുതൽ നടക്കാൻ വേണ്ടി നാസർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇനി ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല അറിയാം, പറയുന്നില്ല. എനിക്ക് അൻവർ തരേണ്ട ഒരു ഉത്തരം, കുഞ്ഞാൻ തരേണ്ട ഒരു ഉത്തരം, ഒപ്പം നിന്ന് ഷാഫി അടക്കം ആളുകൾ തരേണ്ട ഒരു ഉത്തരം ഇത്രയേ ഉള്ളൂ. 21-ാം തീയതി ജനുവരി 21, 2025 രാത്രി 10 മണിക്ക് ശേഷം ഗ്രൂപ്പിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്ന് പറഞ്ഞിട്ട നന്മമരം അൻവർ. എന്നാൽ ടിക്കറ്റ് എടുത്തിട്ട് നാസറിൻ്റെ ലക്കി ഡ്രോൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറുന്നത് 29-ാം തീയതി ജനുവരി. അപ്പം 21-ാം തീയതി നാസറിന് ടിക്കറ്റ് എവിടുന്ന് കിട്ടി? സ്വാഭാവികമായിട്ടും ആ വീഡിയോ കാണുന്നവർക്ക് ആ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ അന്ന് ടിക്കറ്റ് കിട്ടും. എന്തിന് അൻവർ അതിലൊരു ഇടനിലക്കാരനായി നിൽക്കണം? നന്മവരായതാണോ നാട്ടിൽ? ഇതിനൊരു ഉത്തരം തന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം.